ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. 17-ാം വാക്യം മുതൽ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിലൊരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. മനോഹരമാണ്. ശിംശോൻ വലിയൊരു ജയം നേടിയ ആളാണ്. കാരണം ശിംശോൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ആത്മാവ് ശക്തിയോടെ വന്നിരുന്നു. നാം തൊട്ടു മുമ്പ് വായിക്കുമ്പോൾ കാണാം ശിംശോനെ ദൈവാത്മാവ് ഉദ്യമിപ്പിച്ചു തുടങ്ങിയെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ശിംശോൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ആത്മാവ് ശക്തിയോടെ വരണം. പരിശുദ്ധ റൂഹ ശക്തിയോടെ ഇറങ്ങണം. റൂഹ് ഖുദ്സ പാറക്കലീത്ത ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ശക്തിയോടെ വരണം. എപ്പോഴും വരണം. പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ഈ ആത്മാവ് ശക്തിയോടെ വരണം. പരീക്ഷ ചോദ്യക്കടലാസ് കയ്യിൽ കിട്ടി എഴുതാൻ തുടങ്ങുമ്പോൾ ആത്മാവ് ശക്തിയോടെ വരണം. നിങ്ങൾ ക്ലാസ് മുറിയിൽ പോയി ഇരിക്കുമ്പോൾ ആത്മാവ് ശക്തിയോടെ വരണം. നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ശക്തിയോടെ വരണം. ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തിയോടെ വരണം. അതൊരു വലിയ അനുഗ്രഹമാണ്, വലിയ അനുഭവമാണ്. ആത്മാവില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിലല്ലാതെ നല്ല പ്രവൃത്തിയൊന്നും വരികയില്ല. പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമാണ്. കാരണം ആശ്വാസപ്രദനാണ് പരിശുദ്ധാത്മാവ്. ആശ്വാസം തരുന്നവനാണ്. പലപ്പോഴും ഈ ആളുകൾ നൊമ്പരപ്പെട്ട് കരയുന്നതും വിമ്മിഷ്ടപ്പെടുന്നതും വിഷമിക്കുന്നതും ഭാരപ്പെടുന്നതും അകലപ്പെടുന്നതും എല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കണം, ഈ പരിശുദ്ധാത്മാവിന് എനിക്ക് വേണം. ശിംശോന് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ശിംശോൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ചില നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അന്നത്തെ ശത്രുക്കളായ ഫെലിസ്തീനെ ശിംശോൻ അനേകം പേരെ ശിംശോൻ തകർത്ത് കളഞ്ഞു. ഒരൊറ്റ കഴുതയുടെ താടിയല്
ചത്ത കഴുതിയുടെ താടിയെല്ലാം കണ്ട് കിടന്നത് എടുത്ത് ഒരൊറ്റ ഏറുകൊണ്ട് 1000 പേരെയാണ് സംഹരിച്ചത്. കുന്ന് 1, കുന്ന് 2 എന്ന് പറയുന്ന പോലെ കുന്നായി ശത്രുക്കളെ കൊന്നുകൂട്ടി ഒരൊറ്റ കഴുതയുടെ താടിയെല്ലുകൊണ്ട്. കാരണം കഴുതയുടെ താടിയലിൻ്റെ മേന്മയല്ല, ശിംശോൻ്റെ മേന്മയുമല്ല, ശിംശോൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശക്തിയാൽ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ ശക്തിയാൽ വൻകാര്യങ്ങൾ നടക്കും. ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനും പോകുമ്പോൾ നിങ്ങൾ പറയും, എൻ്റെ കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം തരണമേ. സ്തോത്രം. കർത്താവേ, നീ എന്നോടുകൂടി ഒന്ന് ഇരിക്കണമേ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോവുകയാണ്, പറയണം, കർത്താവേ, ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടറെ, നിൻ്റെ കൈപ്പണിയാണല്ലോ, നീയാണല്ലോ സൃഷ്ടിച്ചത്. ഈ മരുന്നുകൾ ഉണ്ടാക്കി നീ തന്നെയാണല്ലോ, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ നീയല്ലേ. കർത്താവേ, എൻ്റെ രോഗം എന്താണെന്ന് കാണാനുള്ള കഴിവ് ഡോക്ടർക്ക് കൊടുക്കുന്നത് നീയല്ലേ. അതാ നീ ഈ ഡോക്ടർ എന്നെ നോക്കുമ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ പകരണം. ആത്മാവിനിൽ പ്രവർത്തിച്ച് എനിക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കണം. നിങ്ങൾ ഓരോരോ വളരെ മൈന്യൂട്ട് സ്റ്റെപ്സ്, എത്രയും ചെറിയ ചുവടുവെപ്പ് എടുക്കുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം. വിവാഹം ആലോചിക്കുമ്പോൾ, വിവാഹം നടക്കുമ്പോൾ, വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ എല്ലാം ദൈവത്തോട് പറയണം, ആത്മാവിനോട് പറയണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. നിങ്ങൾ സ്ത്രീകൾ ഒരു ഓമന കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ആ കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉദരം തടവിക്കൊണ്ട്, കർത്താവേ, എൻ്റെ ഉദരത്തിൽ നീ തരുന്ന കുഞ്ഞ് നല്ല ബുദ്ധിയുള്ള ആരോഗ്യമുള്ളൊരു കുഞ്ഞായി തീരാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മേൽ പകരണമേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്, സാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ മേഖലകളിലും ഓരോരോ മണ്ഡലങ്ങളിലും എല്ലാ തുറകളിലും നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾ മാനിക്കുകയും ആദരിക്കുകയും ക്ഷണിക്കുകയും ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ശിംശോന് ഈ പരിശുദ്ധ ലഭിച്ചതുകൊണ്ട് അനേകം ഫെലിസ്ത്യരെ കൊന്നൊടുക്കി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ശിംശോന് വലിയ ക്ഷീണം. അത് പ്രത്യേകതയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയേറിയ പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, ചില അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഒരു മാന്യം ഉണ്ടാകും. മാന്യം എല്ലാവർക്കും ഉണ്ടാവില്ല. മാന്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു വലിയൊരു ആത്മീയ ശുശ്രൂഷ നടത്തി കഴിഞ്ഞാൽ ഒരു ആത്മീയ മാന്യം തൊട്ടടുത്ത് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് ഇത്രയും കാര്യമൊക്കെ സാധിച്ചല്ലോ, ഞാൻ ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്തല്ലോ, ഞാൻ ഇത്രയും നന്നായിട്ടൊരു പ്രസംഗമൊക്കെ ചെയ്തല്ലോ, ഇത്രയും നല്ലൊരു ശുശ്രൂഷ നിർത്തിച്ചല്ലോ. ആ ഒരു സംതൃപ്തിയും കൃതാർത്ഥതയും നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് അപ്പോൾ സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ, സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു സ്വയത്തിൻ്റെ പ്രശംസ പൊങ്ങുകയാണ്, ഒരു സ്വയ പുകഴ്ച പൊങ്ങുകയാണ്. അത് ശത്രുവിന് അവകാശം പറയാൻ ഇടം കിട്ടുകയാണ്. അതിൽ കൂടി പിശാച് നുഴഞ്ഞു കയറും. ശിംശോന് പറ്റിയത് അതാണ്. ശിംശോൻ ക്ഷീണിച്ചു, വളരെ ക്ഷീണിച്ചു. അതാണ് വായിച്ചത്. അങ്ങനെയാണ്. 17 വാക്യം വായിക്കൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല്ലേ കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു. ദാഹം പെരുകി. അവൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി, തളർന്നുപോയി. ശിംശോൻ മല്ലനായ വീരശൂര പരാക്രമിയായ വ്രതസ്ഥനായ ശിംശോൻ ക്ഷീണിതനായി, അവൻ തളർന്നുപോയി, വളരെ ദാഹിച്ചു. അവൻ നിലവിളിച്ചു, ദൈവത്തോട് നിലവിളിക്കുക, എൻ്റെ ദൈവമേ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കണമോ? അഗ്രധർമ്മികളായ പുറജാതിക്കാരായ ഫെലിസ്ത്യരുടെ കയ്യാൽ ഞാൻ മരിക്കണമോ? ചോദിക്കുകയാണ്. എൻ്റെ ദൈവമേ, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. എൻ്റെ കൈ കൊണ്ടല്ലേ നീ മഹാജയം നൽകിയത്? നീയല്ലേ നൽകിയത്? ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രധർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. ദാഹം കൊണ്ട് മരിച്ച് ഞാൻ അഗ്രധർമ്മികളായ ഫെലിസ്ത്യരുടെ കയ്യിൽ ഞാൻ വീഴണമോ എന്ന് പറഞ്ഞു. ചോദിക്കുക ദൈവത്തോട്, കർത്താവ്, ഞാൻ ഇവിടെ ഞാൻ ദാഹിച്ച് വലഞ്ഞ് ഇവിടെ കിടക്കും, ആ ഫെലിസ്ത്യർ വന്ന് എന്നെ കൊല്ലും, അതിന് നീ അത് കാണുന്നില്ലേ? ഞാൻ അങ്ങനെ മരിക്കണമോ എന്ന് പറഞ്ഞു. ഈ നിലവിളി ദൈവം കേട്ടു. സ്തോത്രം. യേശുക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്താൽ, ശുദ്ധോദ്ദേശത്തോടെ എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്താൽ, ഒരു സാധുവിന് നിങ്ങളുടെ സഹായം ചെയ്താൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പാവപ്പെട്ടവന് ഒരാശ്വാസം കൊടുത്താൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹം കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ശുശ്രൂഷ ചെയ്താൽ, ദൈവത്തിൻ്റെ വേല ചെയ്താൽ, ദൈവം നിങ്ങളുടെ കാര്യം നോക്കും. നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കാര്യം നോക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കും. സ്തോത്രം. മറക്കരുതേ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വേർതിരിച്ചാൽ നഷ്ടമല്ല, ലാഭമാണ്. നിങ്ങൾക്ക് ലാഭം, നിങ്ങളുടെ മക്കൾക്ക് ലാഭം, നിങ്ങളുടെ മക്കളുടെ മക്കൾക്ക് ലാഭം, തലമുറയായത് അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം.
ഞാൻ 1000 തലമുറയോളം ദയ കാണിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. 1000 തലമുറയോളം ദയ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ശിംശോൻ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ ഇവിടെ ഈ അഗ്രചർമ്മികൾ ഫെലിസ്ത്യരുടെ കയ്യിൽ മരിക്കാൻ നീ ഇടയാക്കുമോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാം കേൾക്കുന്നൊരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം കേൾക്കുന്ന, അറിയുന്ന, കാണുന്നൊരു കർത്താവുണ്ട്. നിങ്ങളെ കാണുന്ന കർത്താവ് നിങ്ങൾ കുറ്റം കാണാൻ നിൽക്കുകയല്ല. ഒരിക്കലും തിരിച്ചറിയരുത്. അവൻ എന്ത് കുറ്റമുണ്ട്, അവൾക്ക് എന്ത് കുറ്റമുണ്ടെന്ന് നോക്കാൻ നിൽക്കുകയല്ല. കർത്താവ് എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. നമ്മെ ഏതെങ്കിലും കാര്യത്തിൽ നാം വീണുപോകാതെ നമ്മെ സൂക്ഷിക്കാൻ കർത്താവ് നോക്കി നിൽക്കുകയാണ്. അപകടം പറ്റാതെ നോക്കി നിൽക്കുകയാണ്. നമ്മെ വീഴിക്കാൻ പിശാച് കൂടെ ഉണ്ടെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് എപ്പോഴും നമ്മെ നോക്കി നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കൃപ, നമ്മെ രക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കിക്കോളും. ദൈവഭയം, സ്റ്റാൻഡ് നോ ആൻഡ് സിൻ നോട്ട്. ഭയത്തോടെ നിൽപ്പീൻ, പാവം ചെയ്യരുത്. നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ. സ്റ്റാൻഡ് ഇൻ AWE. ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ. സ്റ്റാൻഡ് ഇൻ ആൻഡ് സിൻ നോട്ട്. നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ. പാവം ചെയ്യരുത്. കാണുന്നൊരു കർത്താവുണ്ട്, അത് കാണുന്ന പിശാചുമുണ്ട്. പിശാചി പാവം, നിൻ്റെ പേരിലുള്ള പാവം പറഞ്ഞുകൊണ്ട് പിശാചി ദൈവസന്നിധിയിൽ ചെന്ന് കുറ്റം ചുമത്താൻ നിൽക്കുമ്പോഴേക്കും അതിന് മുൻപ് നീ ഓടിച്ചെന്നുള്ള ദൈവസന്നിധിയിലേക്ക്. അയ്യോ കർത്താവേ, ഞാൻ അരുതാത്ത എന്തോന്ന് ചിന്തിച്ചു പോയല്ലോ കർത്താവേ, ക്ഷമിക്കണേ. അയ്യോ, പിശാചിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് ഞാനിതാ വരുന്നു, എന്നെ രക്ഷിക്കണേ. പ്രാർത്ഥിച്ചോളണം. പാവം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവകാശം പറഞ്ഞ പിശാച് വരും. അപവാദി കുറ്റം ചുമത്താൻ നിൽക്കുകയാണ്. കുറ്റം ചുമത്താൻ നിൽക്കുന്ന അപവാദി ദൈവസന്നിധിയിൽ ചെന്ന് അവിടെ ചെന്ന് കുറ്റം പറയുന്നതിന് മുമ്പ് തന്നെ ആ ഓടിച്ചെല്ലണം. എങ്ങനെ? ഏതെങ്കിലും അരുതാത്ത ചിന്ത വന്നു, വേണ്ടാത്തൊരു ചിന്ത വരാൻ തുടങ്ങി, അവിടെ ഓടിച്ചില്ല. അരിയോ കർത്താവേ, അരിയോ, ഞാൻ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിച്ചതല്ലേ, ഈ ചിന്ത എൻ്റെ പേരിൽ വരാൻ പാടില്ലല്ലോ, ഇത് എൻ്റെ ഹൃദയത്തിൽ വരേണ്ടതല്ലോ, ഇതെനിക്ക് വേണ്ടായല്ലോ, കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലണം ദൈവസന്നിധിയിലേക്ക്. സ്തോത്രം. അങ്ങനെയാണ് ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ വളരെ ലളിതവുമാണ്, പക്ഷേ പ്രയാസവുമാണ്. സ്തോത്രം. ശിംശോൻ കരഞ്ഞു, ശിംശോൻ ദാഹിച്ചു, ശിംശോൻ വലഞ്ഞു. മല്ലൻ വലഞ്ഞു, പരാക്രമശാലി, കരുത്തില്ലാത്തവനായി അവിടെ തളർന്നു കിടന്നു. പക്ഷേ ഇതെല്ലാം കാണുന്ന ദൈവമുണ്ടല്ലോ. ദൈവം ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. ഇവൻ്റെ ഈ നിലവിളി കേട്ടപ്പോൾ ദൈവം അവിടെ ഒരു കുഴി പിളരുമാറാക്കി. വെറും ആ പ്രദേശം പൊതുവെ മരുഭൂമിയാണ്, ഗൾഫ് മേഖല മരുഭൂമിയാണ്. അവിടെ ഒരു കുഴി എങ്ങനെയുണ്ടായി ആർക്കറിയാം? പക്ഷേ ദൈവം ഉണ്ടാക്കി കൊടുത്തൊരു കുഴി. അവിടെ ആ കുഴിയിൽ നിന്ന് റോറോ ഇങ്ങനെ പൊങ്ങി വരുന്നു, വെള്ളം പൊങ്ങി വരുന്നു. എന്തൊരു അത്ഭുതം! ഈ മരുപ്പറമ്പിൽ വെള്ളം പുറപ്പെടുന്നു. പ്രതീക്ഷയില്ലാത്തയിടത്ത് ജലപ്രവാഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതീക്ഷയില്ലാത്തയിടത്ത് വെള്ളം പൊന്തി വരുന്നു. എന്തൊരു അത്ഭുതം! ദൈവത്തിന് സ്തോത്രം. ശിംശോൻ അത് കൊടുത്ത് കുടിച്ചു, ദാഹം തീർത്തു, വീണ്ടും ചൈതന്യം പ്രാപിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിലവിളിച്ചാൽ നിങ്ങളുടെ അടുത്ത് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഏതാണ് ഉറവ? തൻ ബലിയാൽ പാവികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമായി ചെന്നോഴിക്കണമേ. ഗോൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനെ, ദാഹം നീക്കി ഒഴുകിയ നീരാ ചോരയാലും. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന് ജീവരക്തമൂറ്റിയ നല്ലവനായ യേശുവേ, ഉത്തമനായ മിശിഹാതമ്പുരാനെ, ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന ഒരു ഉത്തമനെ, എൻ്റെ ഈ അന്തർദാഹം നീ മാറ്റണമേ. എൻ്റെ അകത്തുള്ള ദാഹം നീ മാറ്റണമേ. എൻ്റെ ദാഹം നീ തീർത്ത് എൻ്റെ കഷ്ടത മായ്ച്ച് എൻ്റെ നോവ്, എൻ്റെ വേദന ഒഴിവാക്കി തരണമേ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമായി ചെന്നോഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു
ദൂരെ പോകണ്ട, തൊട്ടടുത്തുണ്ട് ഈ ഉറവ. ആ തിരുരാവ് തുറന്നിരിക്കുന്നു. 2000-ലേറെ വർഷം മുൻപ് ഗോകുൽത്തായിൽ കാൽവരിമല മുകളിൽ 3 ആണിൽ തൂങ്ങിക്കിടക്കുന്ന എൻ്റെ കർത്താവായ യേശുവിൻ്റെ തിരുരാവിലേക്ക് അവർ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ചോരയും നീരും പൊട്ടിപ്പുറപ്പെട്ടു. ആ ഉറവ ഇന്നും സജീവമാണ്, ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇന്നും സംസാരിക്കുന്ന ജീവ ഉറവയാണ്, സംസാരിക്കുന്ന ജീവ ഉറവയാണ്, ഇന്നും ചലിക്കുന്ന ഉറവയാണ്, ഇന്ന് ദാഹാർത്തർക്ക് ദാഹം മാറ്റുന്ന ഉറവയാണ്, ദുഃഖിതർക്ക് ആശ്വാസം പകരുന്ന ഉറവയാണ്, വേദനിച്ച് പിടയുന്നവർക്ക് സമാധാനം നൽകുന്ന ഉറവയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് കരയുന്നുണ്ടോ കരച്ചിൽ മാറ്റുന്ന ഉറവയാണ്. ആരെല്ലാം ദാഹാർത്തരായി വലയുന്നുണ്ടോ ദാഹം മാറ്റുന്ന ഉറവയാണ്. ആ ഉറവിത സജീവമായി ഒഴുകുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ ഓരോരുത്തരുടെ നേരെയും ഉറവ തുറന്നു വരികയാണ്. ആ ഉറവ നിങ്ങളുടെ നേരെ ഒഴുകി വരികയാണ്. ആ ഉറവ നിങ്ങളെ കുളിർപ്പിക്കുകയാണ്. ആ ഉറവ നിങ്ങളെ ആനന്ദിപ്പിക്കുകയാണ്. ആനന്ദ നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടുമാറാക്കുകയാണ്. നിങ്ങൾ ജീവന നദികൾ പൊട്ടിപ്പുറപ്പെടുമാറാക്കുവാർ. ആ ഉറവ നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആ ഉറവ ഗോകുൽത്തായിൽ വിരിച്ച തിരുമാറിൽ നിന്നൊഴുകിയ തിരുരക്തത്തിൻ്റെ നീരുറവ ഇന്നിതാ നിങ്ങൾ അടുത്ത് വന്ന് ഒഴുകുകയാണ്. ശിംശോനേ, നീ ഭയപ്പെടേണ്ട, നിനക്കിതാ ഉറവ തുറന്നിരിക്കുന്നു. നിന്റെ ദാഹം തീർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോകമെല്ലാം എല്ലായിടത്തുമുള്ള ആരെല്ലാം ദാഹാർത്തരായിരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദാഹം തീർക്കുന്ന ഉറവയാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആരോരുമില്ലെന്ന് കഴിഞ്ഞ് പറഞ്ഞ് കരയുന്നവരാരെല്ലാം ഉണ്ടോ അവിടെ ദാഹം തീർക്കുന്ന ഉറവയാണിത്. രോഗാർത്തരായി വലയുന്നവർ, രോഗത്തിൻ്റെ പീഡയിൽ ഒലിയുന്നവർ, ജീവിതം തകർന്നു പോയവർ ആരെല്ലാം ഇത് കരയുന്നുണ്ടോ അവർക്ക് വേണ്ടി ഒരു ജീവ ഉറവയാണിത്. ഈ ഉറവ ക്രിസ്തുവിൻ്റെ തിരുരക്തമാണ്. ആ തിരുരക്തത്തിൻ്റെ ഉറവ ഇന്നും ഗുണകരമായി സംസാരിക്കുകയാണ്. ഹാവേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ്. ആ ഉറവയിൽ നിന്ന് നിങ്ങൾ കോരി കുടിപ്പീൻ. ആ ഉറവയെ നിങ്ങൾ ചുംബിപ്പീൻ. ആ തിരുമുറുകളെ നിങ്ങൾ ആസ്വദിപ്പീൻ. ആ തിരുപ്പാദത്തിൽ നിങ്ങൾ വീഴുവീൻ. അവൻ്റെ ഭാഗത്തിലേക്ക് നിങ്ങൾ ആശ്രയിപ്പീൻ. അവൻ നാമം ചൊല്ലി നിങ്ങൾ വിളിച്ച് അപേക്ഷിപ്പീൻ. ദാദാജി ഉറവയായ യേശുവേ, എൻ്റെ അരികിലേക്ക് നീ വന്നല്ലോ, എന്നെ തേടി നീ വന്നല്ലോ, ഈ അഗതിയെ തേടി നീ വന്നല്ലോ, ഈ അനാഥനെ തേടി നീ വന്നല്ലോ, ഈ നിസ്സാരനെ തേടി നീ വന്നല്ലോ, എൻ്റെ കാര്യം അന്വേഷിക്കാൻ നീ വന്നല്ലോ, എന്നോട് നിനക്ക് സ്നേഹമുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എനിക്ക് വേണ്ടിയാണ് ഈ ഉറവ തുറന്നത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ കർത്താവേ ഉറവയിലെല്ലാം കഴുകപ്പെടുമല്ലോ. കർത്താവെ, എനിക്ക് മനസ്സിലായി ദൈവമേ, ഞാൻ മഹാപാപിയാണ്, നന്മയൊന്നുമില്ല കർത്താവേ. എൻ്റെ ഓരോ നിമിഷവും നന്മയില്ല, ഓരോ നിമിഷവും തിന്മ മാത്രമേ ഉള്ളൂ, പാപം മാത്രമേ ഉള്ളൂ, നന്മയെന്ന് പറയാൻ ഒന്നുമില്ലല്ലോ കർത്താവേ. എന്നാൽ ഈ ഉറവ ഇപ്പോൾ എൻ്റെ മേൽ വന്ന് പതിഞ്ഞ് എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ, ഉറവയിൽ എന്നെ കുടിപ്പിക്കണമേ. ഉറവയിൽ നിന്ന് കുടിച്ചുകൊണ്ട് ദാഹം തീർത്തുകൊണ്ട് ഇനിയുള്ളവരോട് ഓടുവാൻ എനിക്ക് ബലം തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഉറവ, ദൈവത്തിന് സ്തോത്രം. പാവിയെ ജീവിപ്പിക്കുന്ന നീരുറവ, സ്തോത്രം. ഏത് പാവവും ക്ഷമിക്കും. ഈ ഉറവിൽ ഏത് പാവവും കഴുകപ്പെടും. ഏത് പാവവും കഴുകപ്പെടും. സ്തോത്രം. ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം, കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവരോട് പറയാം, കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ മുതലേ ദൈവഭയത്തിൽ വളരണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കണം, ഗുരുക്കന്മാരെ ആദരിക്കുന്നവരായിരിക്കണം, നല്ല ശീലങ്ങൾ പഠിക്കുന്നവരായിരിക്കണം. അവർ നിങ്ങളുടെ വിദ്യാഭ്യാസം അഭിവൃദ്ധിപ്പെടും, നിങ്ങളുടെ ഭാവി ശോഭനമാകും, ക്രിസ്തു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഈ ഉറവയുമായി ബന്ധം കിട്ടിയാൽ, അതും ബാല്യം മുതലേ ബന്ധം കിട്ടിയാൽ വലിയൊരു മഹാഭാഗ്യമാണ്. ബാല്യം മുതൽ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സറിഞ്ഞൊരു പാവം ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഉറവ എന്നെ സ്പർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മഹാഭാവിയാണെന്ന്. അതാണ് ആ ഉറവയുടെ പ്രത്യേകത. അതാണ്. ഞാൻ അതിനകത്തൊരു കാര്യത്തിൽ പോയിട്ടില്ല. ഭാഗ്യം. പോലിച്ചില്ല, മദ്യം കുടിച്ചില്ല, വേണ്ടാതനത്തിന് പോയില്ല, വൃത്തികെട്ട ജീവിതം നയിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷേ ചിന്തയിൽ വൈരാഗ്യവും പകയും വിദ്വേഷവും അശുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുറമെയുള്ള വൃത്തികെട്ട കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ നീതിമാനെ പോലെ ഇരിക്കുകയായിരുന്നു. അത് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നീതിമാനെ പോലെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് ഈ പ്രസംഗം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തോന്നി ഞാനൊരു മഹാഭാവിയാണ്. ലാസറിൻ്റെ കല്ലറയ്ക്ക് പുറത്തഴുക്കില്ല, അകം ചീഞ്ഞിരിക്കുന്നു, ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അകം മുഴുവൻ ദുർഗന്ധമാണ്. വൈരാഗ്യവും പകയും വിദ്വേഷവും നീരസവും അശുദ്ധ വികാരങ്ങളും മലിനമോഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും അഹന്തയും എല്ലാം, പൊങ്ങച്ചവും എല്ലാം ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ അകത്തുള്ളതൊന്നും പാവമായിട്ട് കരുതിയിരുന്നില്ല.
പക്ഷേ ജീവോറവയുമായി അടുത്തപ്പോൾ, ഈ തിരക്തത്തിൻ്റെ സ്പർശനം ഏറ്റപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അപ്പോഴാണ് ഞാൻ മഹാഭാവിയാണെന്ന് മനസ്സിലായത്. പിന്നെ ഇരുന്ന് കരച്ചിലായിരുന്നു. കർത്താവേ, എൻ്റെ പുറം മാത്രമല്ല എൻ്റെ അകവും കൂടി കഴുകണമേ, എന്നെ മുഴുവനായി വിശുദ്ധീകരിക്കണമേ, എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ, മുഴുവനായി എന്നെ കഴുകണമേ. ഞാൻ ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞു. ഞാൻ തിരുത്താനുള്ളതെല്ലാം തിരുത്താൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരോടെല്ലാമാണോ പോയി വാപ്പു ചോദിക്കേണ്ടതൊക്കെ തീരുമാനിച്ചു. എല്ലാം ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, നിങ്ങൾക്ക് ഇന്ന് ഈ ജീവോറവ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ തേടി പോകണ്ട, ബേത്തിലേക്ക് പറ്റി പോകണ്ട, നിങ്ങൾ കാൽവരിക്കുന്ന് കയറാൻ പോകണ്ട, നിങ്ങൾ ഗോകുൽത്തായിലേക്ക് പോകണ്ട, യെരൂശലേം ദേവാലയം സന്ദർശിക്കേണ്ട. പ്രിയപ്പെട്ടവരും, വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ വിശുദ്ധ നാട്ടിൽ നടന്നവൻ, ഈ വിശുദ്ധ നാട്ടിൽ കൂടി ബേത്ലഹേമിലും യെരൂശലേമിലും എറിഹോവിലും ബേത്സയിലും കൂടി നടന്നവൻ ഇതാ ഇന്ന് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളുടെ അരികത്തൂടെ മന്ദം നടക്കുകയാണ്. രോഗം മാറ്റാനാണ് വന്നത്, ബാധ മാറ്റാനാണ് വന്നത്, കെടുതി മാറ്റാനാണ് വന്നത്, കഷ്ടത മാറ്റാനാണ് വന്നത്, നിൻ്റെ കടം മാറ്റാനാണ് വന്നത്, നിൻ്റെ കുടുംബത്തിലെ ബാധ്യതകൾ മാറ്റാനാണ് വന്നത്, നിൻ്റെ ജീവിതത്തിലെ ബാധകളും നിൻ്റെ ജീവിതത്തിലെ തിന്മകളും എല്ലാം ദൂരീകരിക്കാനാണ് വന്നത്. ഇക്കാലം അത്രയും വന്നുപോയ സകല പാവങ്ങൾ ക്ഷമിക്കാനാണ് നസ്രായനായ യേശു ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. ആ യേശുവാണ് നിങ്ങളുടെ അരികത്തോട് നടക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. ആ യേശു തർക്കരമാണ് നിങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. ആ തിരക്തമാണ് നിങ്ങൾ സ്പർശിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. ഇപ്പോൾ ഇതാ അവൻ്റെ തൃക്കരം നിങ്ങളെ തൊടുവാൻ, നിങ്ങളെ ആശീർവദിക്കാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങൾ ഉയർത്താനും, നിങ്ങളെ അത്ഭുതകരമായ അനുഭവങ്ങളിലേക്ക് നയിക്കാനും യേശു പിതാവ് നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ്. വിശ്വസിക്കൂ മകനെ, വിശ്വസിക്കൂ മകളെ, വിശ്വസിക്കൂ. അവൻ്റെ കരങ്ങളിലേക്ക് ഒരു വ്യവസ്ഥയും കൂടാതെ കേൾപ്പിച്ചു കൊടുക്കൂ. കർത്താവേ, എനിക്ക് ഒരു വ്യവസ്ഥയുമില്ല, എനിക്ക് ഇനി തരണമെന്നൊന്നും എനിക്ക് വ്യവസ്ഥയൊന്നുമില്ല, ഒന്നുമില്ല. ഞാനിതാ എന്നെ മുഴുവനായി നിനക്ക് തരുന്നു, മുഴുവനായി എല്ലാം തരുന്നു, ഒന്നും ബാക്കി വയ്ക്കുന്നില്ല, എല്ലാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാം തരുന്നു. ഒന്നും നോക്കണ്ട, നാളെ എന്ന് ചിന്തിക്കണ്ട, അത് കർത്താവ് നോക്കിക്കൊള്ളും. നാളെ എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട, കർത്താവ് നോക്കിക്കൊള്ളും. എനിക്ക് വിശ്വാസം അങ്ങ് നിലനിർത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട, കർത്താവ് നിലനിർത്തി തരും, കൃപ തരും. എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമോ, പേടിക്കണ്ട. ഇതുവരെ അശുദ്ധിയായിരുന്നു, പക്ഷേ അത് മാറ്റിത്തരാൻ യേശുവുണ്ട്. ഇതുവരെ നിനക്ക് അനേക കേടുകളും വന്നിട്ടുണ്ട്, പല കുഴപ്പങ്ങളും വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ കുഷ്ഠരോഗം പിടിച്ചവരുണ്ട്, പാപത്തിൻ്റെ കുഷ്ഠം, ഭയങ്കരമായ ഹീനമായ പാപത്തിൽ വീണവരുണ്ട്, കൊലപാതകം ചെയ്തവരുണ്ട്, ഒരുപക്ഷെ അബോർഷൻസ്, ഗർഭഛിദ്രം നടത്തിയവരുണ്ട്, ഒരുപക്ഷെ കൊലപാതകം നടത്തിയവരുണ്ട്, കവർച്ചകൾ നടത്തിയവരുണ്ട്, അന്യൻ്റെ ഇതൊന്നും കൈവശം വെച്ചുകൊണ്ട് അനുഭവിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, എല്ലാം എങ്ങനെ മാറുമെന്ന് പേടിക്കണ്ട, എല്ലാം മാറ്റും. നിങ്ങളെ വിശുദ്ധരാക്കി തീർക്കും. എന്തിനാ? യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഒഴുക്കിയത് നിങ്ങളുടെ പാപം കഴുകി നിങ്ങളെ വിശുദ്ധരാക്കി സുഗ്രഹത്തിലേക്ക് നിങ്ങൾ സ്വീകരിപ്പാനാണ്. നിങ്ങൾ സ്വീകരിപ്പാൻ യേശു വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വീണ്ടും വരും. വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വീണ്ടും വരുമ്പോൾ നിങ്ങളും പറന്നുയരണം. പ്രാവുകളെ പോലെ ചിറകടിച്ചുകൊണ്ട് മധ്യാകാശത്തിലേക്ക്, മണിപ്പന്തലിലേക്ക് പറന്നു ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. രാജാധിരാജൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ അവൻ മധ്യാകാശത്തിൽ വരും. അവൻ ഭൂമിയിലേക്ക് ആദ്യം വരുന്നില്ല, മധ്യാകാശം വരെ വരും. അപ്പോൾ ഈ ഭൂമിയിലെ വിശുദ്ധന്മാർ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടും വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റും അവർ ഒരുമിച്ച് കർത്താവിനെ ധരിപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നല്ല എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അനന്ത സൗഭാഗ്യം നമുക്ക് തരും. ഇതെല്ലാം മായ, ഇന്ന് കാണുന്നതെല്ലാം മായ. എല്ലാം വിട്ടൊരു ദിവസം പോകണ്ടേ, വേണ്ടേ? ഒരു ദിവസം എല്ലാം വിട്ടുപോകും. പരമാവധി അനുഭവിച്ചെടുത്ത കാലം 90 വർഷം അല്ലേ? 90 വയസ്സുണ്ടോ പലർക്കും? ഇല്ലല്ലോ. അല്ല 80 വയസ്സും അല്ല 70 വയസ്സ്. പ്രിയപ്പെട്ടവർ, എത്ര കൊല്ലം? എന്നാലോ അനന്തകാലം ക്രിസ്തുവിനോട് കഴിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, തീരാത്ത കാലം നിത്യത മുഴുവൻ യേശുവിൻ്റെ രാജ്യത്തിൽ വാഴാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കുകയും, ഇപ്പോൾ നിങ്ങളുടെ ഭാവി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും, യേശുവിന് പറയുവിൻ, യേശുവേ എനിക്ക് വേണ്ടി രക്തം ചിന്തി യേശുവേ, എനിക്ക് വേണ്ടി ഉറവ തുറന്ന യേശുവേ, എനിക്ക് വേണ്ടി ഉറവ തുറന്ന് എനിക്ക് വേണ്ടി തിരക്തം ചിന്തി യേശുവേ, ആ തിരക്തം ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഒരു വ്യവസ്ഥയുമില്ല. ഇന്നു മുതൽ യേശുവേ, ഞാൻ നിൻ്റെ വക മാത്രം. എന്നോട് കരുണ തോന്നണമേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ, എന്നെ തന്നെ മകനാക്കി തീർക്കണമേ, എന്നെ നിന്റെ മകളാക്കി തീർക്കണമേ, നിന്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. യേശുവേ, ഇന്ന് ഞാനിതാ സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹാതമ്പുരാനെ സ്വീകരിക്കുന്നു. നാഥാ, ഇന്ന് ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹാതമ്പുരാനെ സ്വീകരിക്കുന്നു. എൻ്റെ യേശുവേ, ഞാനിതാ സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹാതമ്പുരാനെ സ്വീകരിക്കുന്നു. സമർപ്പിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
മനോഹരമായൊരു സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അടുത്ത കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം. ഈ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആവശ്യക്കാരിയോട് തഴിയതിനായി സ്തോത്രം. എല്ലാവരെയും തലോടിയതിനായി സ്തോത്രം. കണ്ണുനീർ തുടച്ചതിനായി സ്തോത്രം. ബാധകൾ മാറ്റിയതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. എല്ലാ നന്മകളാൽ ഞങ്ങൾ അലങ്കരിക്കുന്നിടത്ത് രണ്ടാമത്തെ ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.